ഹ്യൂമൻ ഗാങ്ങുമായിട്ട് ഹീറോയും കോട്ടക്കിനെയും പഞ്ഞി കിട്ടുകൊണ്ടിരിക്കുമ്പോൾ ബാക്കു പറന്നു വന്നാണ് അവരെ സേവ് ചെയ്തത്. ഹീറോയെ നോക്കി എന്നാലും നിന്റെ ഗഡ്സ് സമ്മതിക്കണം എന്ന് പറഞ്ഞു. ഹ്യൂമന്റെ കൂടെ വന്നവരോട് അവനെ എടുത്തോണ്ട് പോകാൻ പറഞ്ഞു. എന്നാൽ അവനും അടികൊണ്ട് ബോധം കെട്ട പോലെ അഭിനയിച്ച് കിടക്കാണ്. എന്നെ നോക്കണ്ട, ഞാൻ ബോധം കെട്ടതാ, നിങ്ങൾ വിട്ടോ എന്ന് പറഞ്ഞു. ബാക്കുവും കോട്ടക്കിനെ നോക്കി ബാസ്കറ്റ് ബോൾ മാച്ചിന് പ്രാക്ടീസ് ചെയ്യാതെ ഇവിടെ എന്ത് ചെയ്തോണ്ടിരിക്കാണെന്ന് ചോദിച്ചു. അവന് ഏത് പ്രാക്ടീസ്? നിന്നെ കൊണ്ട് ഞങ്ങൾക്ക് ടൂർണമെന്റിൽ തന്നെ ഇറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം അവനെ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. അത് കേട്ടതും മച്ചാനും ആ ടൂർണമെന്റിന് ഷോ ഇടാൻ വേണ്ടിയായിരുന്നു മുടിക്ക് റെഡ് കളർ തന്നെ കൊടുത്തത്. ആകെ ടെൻഷനായി. അതിനിടയിൽ ബുള്ളിയിൽ ഒരുത്തൻ അവനെ അടിക്കാൻ നിന്നതും കൈ പിടിച്ചോടിച്ചു. നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ നമ്മുടെ സ്കൂളിന്റെ യൂണിഫോം ഇട്ടാൽ ഒരിക്കലും ഫൈറ്റ് ചെയ്യരുതെന്ന്. ആള് ഭയങ്കര ചില്ല് മനുഷ്യനാണ്. ഇതൊക്കെ നോക്കിക്കൊണ്ടിരുന്ന ഹീറോയുടെ അടുത്തേക്ക് ഗോട്ടക്ക് വന്ന് സോറി എന്ന് പറഞ്ഞു. അതൊന്നും പോരാ എന്ന് പറഞ്ഞ് ബാക്കു അവനെ പിടിച്ച് തല താഴ്ത്തി സോറി ചോദിക്കാൻ പറഞ്ഞു. ഓഫ് കോഴ്സ് അപ്പോൾ ഹീറോ മൈൻഡ് ആകാതെ പോയി. ജൂൺടെ അവരോട് നാളെ കാണാമെന്ന് പറഞ്ഞ് ഹീറോയുടെ പിന്നാലെ പോയി. ഹീറോയും ഗോട്ടക്ക് അവനെ കൊണ്ടാണ് ആൻസോക്ക് ഇങ്ങനെ പറ്റിയതൊക്കെ എന്ന് പറഞ്ഞതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ജൂൺടെയോ അവൻ പറഞ്ഞതിനെ പറ്റിയൊന്നും ചിന്തിക്കേണ്ട, ആളുകൾക്ക് ഒരാളെ കുറിച്ച് റൂമർ പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണെന്ന് പറഞ്ഞു. എന്നാൽ ഹീറോ ഇത് റൂമർ അല്ല, സംഭവിച്ച കാര്യമാണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് എനിക്ക് ബാക്കി സ്റ്റുഡൻസിന്റെ അടുത്തും അന്ന് ഹ്യൂമൻ അടിച്ചപ്പോൾ ഞാൻ തിരിച്ചടിക്കാതിരുന്നത് എന്ന് പറഞ്ഞു. അടുത്ത ദിവസം ബാക്കു സ്കൂളിൽ വന്നതും ആള് ഭയങ്കര ചില്ലാണ്. എല്ലാവരോടും ഭയങ്കര കമ്പനിയും. ബുള്ളീസിന് അവനെ പേടിയാണെങ്കിലും ബാക്കി എല്ലാവർക്കും റെസ്പെക്റ്റ് ആണ്. കേറി വന്നതും ആദ്യം കാണുന്നത് സീനിയേഴ്സ് ജൂനിയേഴ്സിനെ ബുള്ളി ചെയ്യുന്നതാണ്. ആള് സസ്പെൻഡ് ആയ കുറച്ച് ദിവസം വരാതായതും എല്ലാവരും തനി സ്വഭാവം പുറത്തെടുത്തിരുന്നു. എന്നാൽ ഇപ്പോ അടി പൊട്ടുമെന്ന് വിചാരിച്ചാൽ ബാക്കുവിന്റെ ലൈൻ തന്നെ വേറെയാണ്. അവരോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കും. ആവശ്യത്തിന് മാത്രമേ ഫൈറ്റ് ചെയ്യുള്ളൂ. പക്ഷെ ഗോട്ടക്കിന് മുമ്പിൽ എപ്പോഴും ഒരു പൂച്ചക്കുട്ടിയെ പോലെയാണ്. ബാക്കുവിന് അവനെ ഭയങ്കര പേടിയാണ്. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹീറോയും ജൂൺടെയും അങ്ങോട്ട് വന്ന് ടീച്ചറെ നമ്മളെ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഹ്യൂമനും അവന്റെ കൂടെയുള്ള എല്ലാവരും ഇന്ന് ഫുൾ ആബ്സെന്റ് ആണല്ലോ, നിങ്ങൾ തമ്മിൽ അണ്ടർപാസിന്റെ അടിയിൽ വെച്ച് ഫൈറ്റ് ചെയ്യുന്നത് ബാക്കി പിള്ളേർ കണ്ടല്ലോ എന്ന് പറഞ്ഞു. പെട്ടെന്ന് ബാക്കുവും ഞങ്ങൾ അത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അവനും ഗോട്ടക്കും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സാറിന് കാര്യം മനസ്സിലായി. നിങ്ങൾക്ക് പണിഷ്മെന്റ് ആയി ഒരു മാസത്തിന് എല്ലാ വീക്കെൻഡിലും ഒരു യൂത്ത് കൾച്ചർ ഫെസ്റ്റ് നടക്കുന്നുണ്ട്, അതിൽ വളണ്ടിയർ ആയി പോയി നിൽക്കാൻ പറഞ്ഞു. ഗോട്ടക്കോ അവന്മാരാണ് ആദ്യം തുടങ്ങിയത്, അവർക്ക് പണിഷ്മെന്റ് ഒന്നും ഇല്ല എന്ന് ചോദിച്ചു. എന്നാൽ പെട്ടെന്ന് ബാക്കു അവന്മാരോട് തല പിടിച്ചു താഴ്ത്തി ബാസ്കറ്റ് ബോൾ ക്ലബിന്റെ ക്യാപ്റ്റനായ ഞാൻ പറയുന്നു, ഇനി ഒരിക്കലും ഞങ്ങളുടെ അടുത്ത് നിന്ന് ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. പുറത്തിറങ്ങിയതും ഹീറോയും ഒരിക്കലും എന്റെ തലയിൽ തൊടരുത് എന്ന് പറഞ്ഞു. ബാക്കുവും നീ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് വെറുപ്പിക്കാൻ തുടങ്ങി. ഒരു തമാശ ലൈന്. ജൂൺടെയും ഹീറോയോടും ബാക്കുവിനെ കണ്ടിട്ട് തന്നെ ഓടായിട്ട് തോന്നുന്നില്ലേ, എന്നാൽ അവനാണ് ഞങ്ങളെ എല്ലാവരെയും യൂണിയനിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത്. അതായത് ഹൈസ്കൂൾ സ്റ്റുഡൻസ് എല്ലാം ഒരു ഗാങ് ആയി മാറി ഇല്ലീഗൽ പരിപാടികളെല്ലാം ചെയ്തിരുന്നില്ലേ, അതിൽ നിന്നൊക്കെ ബാക്കു ആയിരുന്നു ഞങ്ങളെ സേവ് ചെയ്തിരുന്നത്. ജൂൺടെയും അത് എന്താണെന്നും അതിന് തലവൻ ആരാണെന്നും അവൻക്കൊരു സ്റ്റോറി പോലെ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. എന്തായിരിക്കും യൂണിയൻ? കാണാം അടുത്ത പാർട്ടിൽ.